CBSEയിലെ ഓൺ സ്ക്രീൻ മൂല്യനിർണ്ണയവും പുനർമൂല്യനിർണ്ണയ സംവിധാനവും താറുമാറായതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ്. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയും ചെയ്യും. എന്നാൽ തീയതി നീട്ടിയേക്കുമെന്നാണ് സൂചന. പുനർമൂല്യനിർണ്ണയത്തിനെതിരെ ഉയർന്ന പരാതികളിൽ CBSEയോട് വിദ്യാഭ്യാസ മന്ത്രാലയം റിപ്പോർട്ട് തേടി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ 5-ാം ദിവസമായി ഇന്നലെയും പ്രവർത്തനരഹിതമായിരുന്നു. CBSEയിൽ നിന്നും സ്കൂളുകൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ലെന്ന് കേരള CBSE മാനേജ്മെന്റ് അസോസിയേഷൻ രക്ഷാധികാരി ഇബ്രാഹിം ഖാൻ 24-നോട് പറഞ്ഞു. മെഡിക്കൽ കോഴ്സിനും എഞ്ചിനീയറിംഗ് കോളേജിനൊക്കെ അപേക്ഷിക്കാനുള്ള സമയം വലുതാകുന്നു. മാർക്ക് ലിസ്റ്റ് കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പുനർമൂല്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. ആ പുനർമൂല്യം കൊടുക്കുന്നത് ഒരു തീയതി നിശ്ചയിച്ചിരുന്നു. ആ ദിവസത്തിനുള്ളിൽ ആൻസർ ബുക്ക് ഇവർക്ക് കിട്ടിയിട്ടില്ല. പലർക്കും 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അവർക്ക് അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് മറ്റേ ഈ എഞ്ചിനീയറിംഗൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ആശങ്ക ഭയങ്കരമായിട്ട് വന്നു. അവർക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഡേറ്റ് ഒരാഴ്ച കൂടി നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അപേക്ഷ കൊടുത്ത് പേപ്പർ മേടിക്കണമല്ലോ. അത് കിട്ടിയിട്ടുള്ള അതിൽ കാത്തിരിക്കുന്നതാണ്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന എല്ലാ മത്സര പരീക്ഷകളും ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അവതാളത്തിലാക്കിയത്. ധർമ്മേന്ദ്ര പ്രധാൻ പോലുള്ള മന്ത്രിമാർ രാജിവെച്ച് ഒഴിയുക. ഈ സർക്കാരിന്റെ നടപടികൾക്കെതിരെ രാജ്യത്തുടനീളം നുരഞ്ഞു പൊന്തുന്ന അസംതൃപ്തിയും രോഷവുമാണ് യഥാർത്ഥത്തിൽ ഈ കോക്രോച്ച് പാർട്ടിയിൽ പ്രതിഫലിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിന് പകരം ദേശീയ സുരക്ഷ പോലുള്ള ചില പല്ലവികൾ ഏറ്റെടുത്ത് ഇതിനെ പ്രതിരോധിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ബൽറാം നുരങ്ങാടി, ബിപിൻ സി വിജയൻ, വർഷ ഗിരീഷ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ആദ്യം ബൽറാം നുരങ്ങാടി തന്നെ പോകുന്നു. ബൽറാം, ശരിയായ ഉത്തരം എഴുതിയിട്ടും വട്ടപ്പൂജ്യം മാർക്ക് കിട്ടിയതിന്റെ ദൃശ്യങ്ങളടക്കം കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സാഹചര്യമുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ ഉണ്ടാവുന്ന ഇത് ക്രമക്കേട് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും കുട്ടികളുടെ ഭാവി വെച്ച് പന്താടലാണ്, അങ്ങേയറ്റം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രശ്നപരിഹാരം എപ്പോഴുണ്ടാകും? ഇതിൽ CBSE എന്താണ് കാര്യപ്പിടിപ്പോടെയുള്ള ഒരു മറുപടി എപ്പോൾ പറയുമെന്ന് പ്രതീക്ഷിക്കണം? ബൽറാം. ഹാഷ്മി, ഇത്തവണ CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇത്തവണ ഈ പരീക്ഷ വാല്യുവേഷനായി നടപ്പാക്കിയ പുതിയ രീതി ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന രീതി തന്നെയാണ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതിൽ ആദ്യ പരാതി എന്നുള്ളത് ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വഴി മൂല്യനിർണ്ണയം നടത്തി വന്ന റിസൾട്ടിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷ നൽകേണ്ടി വന്നു. ഈ അപേക്ഷ നൽകാനാകട്ടെ വഴികളില്ലാത്ത സാഹചര്യമാണ് കഴിഞ്ഞ 5 ദിവസമായി വിദ്യാർത്ഥികൾ നേരിടുന്നത്. ഇതിനായുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമല്ല. പലപ്പോഴും ഫീസ് അടച്ച ശേഷം അപേക്ഷ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി തുടരുകയാണ്. ഒപ്പം തന്നെ ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വഴി നടത്തിയ മൂല്യനിർണ്ണയത്തിലും വിദ്യാർത്ഥികൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. ഈ ഉത്തരപേപ്പറുകൾ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ട വായിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് പല വിദ്യാർത്ഥികൾക്കും ഇതിന്റെ പകർപ്പ് ലഭിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഷീറ്റുകൾ ഉപയോഗിച്ചാണ് മൂല്യനിർണ്ണയം നടത്തിയത് എങ്കിൽ അത് തന്നെയാണ് മാർക്ക് കുറയാൻ കാരണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്ന ആശങ്ക എന്നുള്ളത്. എന്തായാലും ഇന്നാണ് ഈ പുനർമൂല്യനിർണ്ണയത്തിനായുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഈ ഒരു ഘട്ടത്തിലും അപേക്ഷ പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം ശക്തമായി ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിഷയത്തിൽ ഇടപെടുകയും വിശദീകരണം CBSEയോട് തേടുകയും ചെയ്തിരിക്കുന്നത്. കർശനമായ നടപടികൾ പ്രശ്നപരിഹാരത്തിനായി ഉണ്ടാകണം അടിയന്തരമായി എന്നുള്ള നിർദ്ദേശം മന്ത്രി CBSEക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം ഇത്രത്തോളം ആശങ്ക സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവയ്ക്കുന്ന ഘട്ടത്തിലും CBSEയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെയും. ഇന്ന് ഞായറാഴ്ചയാണ് എങ്കിൽ പോലും CBSEയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമയപരിധി നീട്ടിക്കൊണ്ടുള്ള ഒരു തീരുമാനമെങ്കിലും ഉണ്ടാകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഉയരുന്നത്. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.